അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മളിതാ പുലിക്കുടിനെ പരിചയപ്പെടാം. ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ്, ഡീസൽ സെന്നി. ഹലോ ഗൈസ്, മലയാളി മീഡിയയിൽ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളാണ് കേട്ടോ. നല്ല അടിപൊളി ചെറിയ വിലക്കുള്ള ചെറിയ വണ്ടികളുണ്ട്. നിങ്ങൾക്ക് പ്രീമിയം വണ്ടി വേണമെങ്കിൽ ബെൻസ് ഉണ്ട്, കൂടാതെ ഇന്നോവ നല്ല 2013 മോഡൽ ഇന്നോവ ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതാ ഡീസൽ സെന്നി, വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു വണ്ടിയാണ് ഡീസൽ സെന്നി. അത് ചെറിയ റേറ്റിൽ, അതൊക്കെ സർപ്രൈസ് ആണ്, ലാസ്റ്റ് പറഞ്ഞുതരുള്ളൂ. ചെറിയ റേറ്റിൽ നമ്മൾ സെന്നൊക്കെ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കാം. അൻവർക്ക, മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് നമ്മളെ വണ്ടികൾ നമ്മൾ ഇങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്? ഇത് പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്നത് 2010 ഇ ക്ലാസ് ബെൻസ് ആണ്. സെക്കൻഡ് ഓണർ ആണ്. നിലവിൽ മലപ്പുറത്തുള്ള ആളെ പേരിലാണ്, ബോംബെയിൽ മലപ്പുറത്തുള്ള ആളെ പേരിലാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് അഡ്രസ്സിൽ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ ഇന്നോവ ഉണ്ട്, പിന്നെ ഡീസൽ സെന്നി ഉണ്ട്. ഡീസൽ തന്നെ ചെറിയ പൈസ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. ചെറിയ പൈസക്ക് ഇതൊന്നും അധികാലം നിൽക്കൂല, കാരണം ഡീസലിന് ഏകദേശം 20ന്റെ മുകളിൽ മൈലേജ്. 2004 മോഡലാണ്. അത് 65,000 രൂപയ്ക്ക് കൊടുക്കാം. ഡീസൽ AC പവർ സ്റ്റാറിംഗ് വണ്ടി. പിന്നെ നല്ല സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി മുന്തിരി കളർ ബെൻസ് പരിചയപ്പെടാം അല്ലെ. ഇതിന്റെ ഡീറ്റെയിൽസ് 2010 മോഡൽ ഇ ക്ലാസ് സൺറൂഫ് ഉള്ള വണ്ടിയാണ്. സൺറൂഫ് ഉള്ള ഇ ക്ലാസ്. ഓക്കെ, നല്ല അടിപൊളി അലോയ് വീൽ കേട്ടോ. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെ അതെ, മലപ്പുറത്തുള്ള ആളെ പേരിലാണ് വണ്ടി. ഓക്കെ, ഡീസലിൽ അത്യാവശ്യം മൈലേജും കിട്ടും കേട്ടോ. ഓക്കെ, പുറകശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ വലിയ സ്ക്രാച്ചോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർ. ഇപ്പൊ നിലവിൽ മലപ്പുറത്തുള്ള ആള് സെക്കൻഡ് ഓണർ ആയി. സെക്കൻഡ് ഓണർ ആണല്ലേ. ഓക്കെ, സെക്കൻഡ് ഓണർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഏകദേശം ഈ 2010 വരുമ്പോൾ തേർഡ് ഓണർ ഫോർത്ത് ഓണർ ഒക്കെ എന്തായാലും ആയിട്ടുണ്ടാവും. ഇതിപ്പോ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അതിൻ്റെതായിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണ്, നല്ല ഹൈലൈറ്റ് പുതിയ ടയറാണ്. പുത്തൻ ടയർ കയറ്റിയിട്ടില്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് വരുന്നത്. നല്ല അടിപൊളി സൺറൂഫും വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? 7 ലക്ഷം ചോദിക്കുന്നത്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം ചോദിക്കുന്ന അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാല്ലേ. ഓക്കെ, നല്ല വാഹനമാണ്. ലോൺ കിട്ടാൻ സാധ്യത കുറവല്ലേ? ലോൺ കിട്ടില്ല, MH രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ലോൺ കിട്ടില്ല. ലോൺ കിട്ടില്ല. എന്തായാലും മാക്സിമം നമുക്ക് റെഡി പൈസ കൊണ്ട് വന്നാലും നല്ലൊരു MH രജിസ്ട്രേഷനിലാണ്. NOC വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാം. കേരള നമ്പർ ആക്കിയിട്ടുള്ള റേറ്റ് അല്ല പറയണേ, പ്രത്യേകം പറയണം. ഓക്കെ ഓക്കെ, നമ്മള് മറ്റേ NOC വിലയല്ലേ പറയുന്നത്. അടുത്ത നല്ലൊരു ഇന്നോവ 2013 വി ആണ്. വി ഓപ്ഷൻ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർ. ഇങ്ങോട്ട് മാറിയപ്പോ തേർഡ് ഓണർ മാറിയിട്ടില്ല. നമ്പർ കേരളത്തിൽ എവിടെ ആളെ പേരിൽ നമ്പർ ആക്കി കൊടുക്കാം. എവിടെയാണെങ്കിലും നമ്പർ ആക്കി കൊടുക്കാം അല്ലെ. 8,15,000 13 വി മോഡൽ. ഓക്കെ, നല്ല തിരക്കേടില്ലാത്ത ഇന്നോവ ഉണ്ടോ. നല്ല ക്വാളിറ്റി, മറ്റേ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഇത് വണ്ണ കണ്ടീഷനാ തോന്നുന്നു. അതെ അതെ, കൂടുതൽ വർക്കുകളൊന്നും എടുത്തിട്ടില്ല. ഒന്നും എടുത്തില്ല. ഒന്ന് കഴുകി കുട്ടപ്പനാക്കേണ്ട ആവശ്യമുള്ളൂ, പോളിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വി ഓപ്ഷൻ ആണ് വരുന്നത്, ടൈപ്പ് 4 ആണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്പർ ആക്കിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്പർ ആക്കാതല്ല, ആക്കിയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ് വരുന്നത്. നല്ല കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വാഹനമാണ്. നമ്മൾ എത്ര ചോദിക്കുന്നത്? 8,15,000 കേരള നമ്പർ ആക്കിയിട്ട്. കേരള നമ്പർ ആക്കിയിട്ട് 8,15,000. AC ഒക്കെ എങ്ങനെയുണ്ട്? AC ഒക്കെ നല്ല ഓട്ടോമാറ്റിക് AC ആണ്. അല്ല, പക്ക കൂളിംഗ് അല്ലേ? എല്ലാം കൂളിംഗ്, പക്ക കൂളിംഗ് ആണ് കേട്ടോ. ഡോർ അടക്കുമ്പോൾ ആ ശബ്ദം തന്നെ കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ക്വാളിറ്റി. ഓക്കെ, ഇതിൽ ലോണ് നമ്പർ ആയാലേ കിട്ടുള്ളൂ. നമ്പർ ആയാലും കിട്ടും. നമ്പർ ആയിട്ടുള്ള റേറ്റ് നമ്മൾ പറഞ്ഞത്. നമ്പർ ആയാല് ഒരു 7 ലക്ഷം 6.5 ലക്ഷം വരെ 6 ലക്ഷം വരെ ലോൺ ചെയ്യാല്ലേ. ഓക്കെ ഗൈസ്, നല്ലൊരു അടിപൊളി പൂച്ചക്കുട്ടിനെ പരിചയപ്പെടാം. നല്ല മൊഞ്ചുള്ള പൂച്ചക്കുട്ടി. ഇതിപ്പോ വന്നിട്ടേ ഉള്ളൂ, ഒന്ന് കഴുകാനുണ്ടല്ലേ വണ്ടി. ഒന്ന് വാശിയുണ്ട്, വേറെ ഒന്നും ഇല്ല കേട്ടോ. എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് ഓണർഷിപ്പ് ഒന്നും പറയേണ്ട, കിലോമീറ്റർ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പഴയ വണ്ടിയല്ലേ, ഓടിയിട്ടുണ്ടാവും. നല്ല അടിപൊളി 3141 ഫാൻസി നമ്പറും. എന്താ പിന്നെ വേണ്ടത്? AC പവർ സ്റ്റാറിംഗ് ആണ്, DI ആണ് വണ്ടി. AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോസ് വരില്ലല്ലേ? ഓക്കെ, ഡീസൽ ആണ്, അതാണ് ഹൈലൈറ്റ്. നല്ല അടിപൊളി എഞ്ചിനാണ് ഡീസൽ. മറ്റേ സെന്നിന്റെ എഞ്ചിൻ അടിപൊളി എഞ്ചിനാണ്. മൈലേജ് 20ന്റെ മുകളിൽ മൈലേജും കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. ബോഡി ഷേപ്പ് ഒക്കെ പക്കാ ബോഡി ഷേപ്പ് ആണ്. പിന്നെ നമ്മൾ ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അതിലും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഇന്റീരിയർ ആണ്. നല്ല അടിപൊളി ഇന്റീരിയർ, നല്ല അടിപൊളി സീറ്റ് കവർ, എക്സ്ട്രാ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വർക്കിംഗ് അല്ലേ? AC ഒക്കെ വർക്കിംഗ് അല്ലേ? AC പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കണേ? 65,000. വെറും 65,000 രൂപ.
പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമ്മളെ കസ്റ്റമർ അതിൽ കുറയും, ചെറിയ പൈസ അതില് നമ്മളെ മലയിൽ മീഡിയത്തെ കസ്റ്റമേഴ്സിന് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാം അല്ലെ? ചെറിയ റേറ്റ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു. ടയറൊക്കെ ഏകദേശം 80% ടയറും വരുന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഇതേ സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനമാണ് ആൾട്ടോ. അതും LXi പ്രത്യേകം എന്താന്ന് വെച്ചാൽ എന്താണ്? AC പവർ സ്റ്റാറിംഗ് ഉണ്ടാവില്ലേ? ആൾട്ടോയിൽ ഏറ്റവും കൂടിയത് LXi ആണ്. അത് LXi അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. ACയും പവർ സ്റ്റാറിംഗും വരും 2010 അല്ലേ? കിലോമീറ്റർ ഏകദേശം ഒന്നിന്റെ പുറത്ത് ഓടി ഉണ്ടാവില്ലേ? ടയറൊക്കെ ഒരു 80% ടയറും വരുന്നുണ്ടല്ലേ? മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്തോണ്ട് ചെറിയ വണ്ടിയാണ്. ചെറുകിട തട്ടുമുട്ട് റീപ്ലേസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. എന്നാലും നമ്മൾ വലിയ വിലയും ചോദിക്കണില്ല. 1.10 ചോദിക്കണം, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിലെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. തരക്കേടില്ലാത്ത സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? സീറ്റ് കവർ ഷോറൂമിൽ കമ്പനി വരുന്ന സീറ്റ് കവറാണ്. കമ്പനി തന്നെ സീറ്റ് കവറാണ്, എക്സ്ട്രാ ചെയ്തിട്ടില്ല. സെറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഒക്കെ വർക്കിംഗ് അല്ലേ? AC പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് അല്ലേ? എത്ര കൊടുക്കാം? ഇത് 1.10 എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1.10 നമ്മള് കസ്റ്റമേഴ്സ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കും ചെയ്യാലേ? നല്ല തരക്കേടില്ലാത്ത ക്വാളിറ്റി വാഹനം. ഓക്കെ, നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈർ വന്ന ഡീസലിലെ 2009 മോഡൽ 10 രജിസ്ട്രേഷൻ വരുന്നത്. കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, നല്ല അടിപൊളി അലവില് ഫോഗ് ലാമ്പ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടില്ലേ? ഡീസലാണ്. 22 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. 2010 അപേക്ഷിച്ചിട്ട് ഹൈ ക്വാളിറ്റി വണ്ടി. നല്ല അടിപൊളി അലവിൽസ് കേട്ടോ. പിന്നെ പുറകുവശത്തോട്ടൊന്നും നമുക്ക് കടക്കാം. വലിയ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി വരുന്നുണ്ട്. പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. നല്ല അടിപൊളി നമ്പറും KL 10 ആണ് വരുന്നത്. സ്വിഫ്റ്റിൽ കണ്ടുവരാത്തൊരു സംഭവമാണ് റിവേഴ്സ് ക്യാമറ. അത് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്റീരിയർ ഭാഗത്തോട്ട് കിടക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ചൊറുക്ക് മനസ്സിലാണ് കേട്ടോ. എന്താ ഇതിന്റെ ഇന്റീരിയർ? ആംബിയൻ ലൈറ്റ്, അതുപോലെ തന്നെ എക്സ്ട്രാ സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നതാണ്. ഇത് പുറകുവശമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ് കേട്ടോ. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. എത്ര ചോദിക്കണം നമ്മള്? 2,20,000 രൂപ കൊടുക്കാം. ലോൺ കയറുമോ? ലോൺ കയറൂലേ? മാക്സിമം റെഡി പൈസ ഉള്ളവർ വരിക. നല്ല ക്വാളിറ്റി വാഹനാട്ടോ, റീപ്ലേസ് ഒന്നും ഇല്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.